friends, welcome back to my channel. ഈ ഓണക്കാലത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് പൊന്നിയരി വെച്ചിട്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ വേഗം വീഡിയോയ്ക്ക് കിടന്നാലോ. നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി കുറച്ചൊന്ന് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കണം. ഹാഫ് ആൻ അവർ കുതിർത്താനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് 2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കണം. ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്താക്കുന്നത്. 2 ലിറ്റർ ആണ്. 1 കപ്പ് അരിക്ക് 2 ലിറ്റർ പാൽ ഒഴിക്കണം. ഈ പാലിനി തിളച്ച് ഇതിൻ്റെ പകുതിയായിട്ട് വരണം. അപ്പോൾ ഇത് നമുക്ക് പാല് തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പാലൊക്കെ ഏകദേശം ഒരു ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ഇനിയൊരു ഭാഗം കൂടി ഉണ്ട് വറ്റാനായിട്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ച നമ്മുടെ പൊന്നിയരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇത് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ പൊന്നിയരിയും വെന്ത് വരും. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യണേ. ഇതിന് നന്നായി ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് തിളയ്ക്കാണ്ടിരുന്നാൽ മതി, അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ പഞ്ചസാര ഒന്നും ഇടുന്നില്ല. ഇതൊന്നും ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ അരി ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ സൈഡിലത്തെ ആ പാട കെട്ടിയതൊക്കെ ഈ പാലിലേക്ക് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് പാലടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് എടുക്കാറില്ല, പക്ഷെ ഇതിലേക്ക് ആ പാടൊക്കെ നമുക്ക് ഇടാം. അപ്പം നല്ല ഒരു കട്ടി ഇതിന് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പൊന്നിയരി ഇതിൽ ഏകദേശം ഒരു ഹാഫ് വേവത്തോളം ആയിട്ട് നമുക്ക് കുറച്ചും കൂടി നേരം മതി കേട്ടോ. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടില്ലേ. ഈ സമയത്ത് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. പഞ്ചസാര ഇടുമ്പോൾ തന്നെ കുറച്ചൊരു കട്ടി കുറയും. ഇതിങ്ങനെ പാലിൽ കിടന്നത് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് 35-40 മിനിറ്റ്സ് ആണ് നമുക്ക് എടുത്തേക്കുന്നത് ഇത് റെഡി ആവാനായിട്ട്. സിമ്മിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഒരു 1/4 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പാൽ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു 2 സ്പൂണ് നെയ്യ് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗണായി വരട്ടെ. ഇത് ബ്രൗണായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കുറച്ചായതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ മുന്തിരി ഫ്രൈ ആയി വന്നോളും കേട്ടോ. നമ്മുടെ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കണം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊന്നിയരി കൊണ്ട് നമുക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാം. നിങ്ങൾക്ക് പൊന്നിയരി വേണ്ടെങ്കിൽ നമ്മുടെ ജീരകശാല അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ബിരിയാണിയുടെ ചെറിയ ജീരകശാല അരി ഇല്ലേ, അത് വെച്ചിട്ടും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.